Hello dear students, welcome back to my chemistry class and here is your Aslam ma'am. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. And in the last class we discussed about the reaction of metals with water. വാട്ടറുമായിട്ട് എങ്ങനെയാണ് മെറ്റൽസ് റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ന്യൂ ടോപ്പിക്. പുതിയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ വിചാരിക്കും എന്നും മാമിന് ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മളെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവുള്ളൂ അല്ലേ. ഒരുപാട് ഡൗട്ട്സ് ഉള്ളവരാണ് ഭയങ്കര ഇന്റലിജൻസ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. നമ്മളെപ്പോഴും വീട്ടില് ലെമൺ, ചെറുനാരങ്ങ ഉണ്ട് അല്ലേ. ഈ ചെറുനാരങ്ങ ലെമൺ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അയോൺ നൈഫ്, ഇരുമ്പിന്റെ കത്തി കൊണ്ട് കട്ട് ചെയ്യരുത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? എപ്പോഴും നമ്മള് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തി ഉപയോഗിച്ചിട്ട് വേണം ലെമൺ കട്ട് ചെയ്യാൻ എന്ന് പലരും പറയാറുണ്ട്. ഇതിന് ബാക്കിലെ സീക്രട്ട് എന്താണെന്ന് അറിയോ? ഇതിന്റെ ബാക്കിൽ എന്താണ് തിയറി അറിയോ നിങ്ങൾക്ക്? യെസ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ come to the class and today's topic is reaction of metals with acids. ആസിഡ്സുമായിട്ട് എങ്ങനെയാണ് മെറ്റൽസ് റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു എക്സ്പെരിമെന്റ് കാണിക്കുന്നുണ്ട് നിങ്ങളെ. അതും ലാബിൽ പോയിട്ടാണ്, കെമിസ്ട്രി ലാബിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് കെമിസ്ട്രി ലാബിലൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ. എൻ്റെ ഒക്കെ ചൈൽഡ്ഹുഡ് ലൈഫിൽ, ഞാനൊക്കെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ കെമിസ്ട്രി മിസ്സൊക്കെ കെമിസ്ട്രി ലാബിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഫസ്റ്റ് പോവും ലൈനിലൊക്കെ ലാബിലെത്താൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും അതുപോലെ അവിടെയുള്ള കെമിക്കൽസും ലാബിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് അല്ലേ. സോ അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ ഇന്ന് ലാബിലേക്ക് കൊണ്ടുപോവാണ്. സോ ഇന്ന് നമ്മുടെ കെമിസ്ട്രി ലാബിൽ പോയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ എക്സ്പെരിമെന്റ് നമുക്ക് കുറച്ച് ടെസ്റ്റ് ട്യൂബുകൾ വേണം, കുറച്ച് മെറ്റൽസ് വേണം, ആസിഡ് വേണം. സോ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ എടുക്കുന്ന ആസിഡ്. സോ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. ദെൻ ടുഡേസ് ടോപ്പിക് ഈസ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. ആസിഡ്സുമായിട്ട് എങ്ങനെയാണ് മെറ്റൽസ് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കം ടു മൈ ലാബ് ആൻഡ് കം ടു മൈ വീഡിയോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. എങ്ങനെയാണ് മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ കുറച്ച് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന വീഡിയോസും അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ പ്രൊഡക്ട്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ. എന്തായിരുന്നു സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക്കും ആസിഡും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് ഫോം ചെയ്തത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ലാത്തവർ പഴയ വീഡിയോസൊക്കെ പോയിട്ടൊന്ന് കാണാം. കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ നമുക്കൊന്ന് നോക്കാം. സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഓർക്കുന്നുണ്ടോ? സിങ്ക് ക്ലോറൈഡും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസും അവിടെ ഫോം ചെയ്തിരുന്നു അല്ലേ. Repeat the experiment by adding metals like zinc, aluminum, iron, copper, magnesium in different test tubes containing dilute hydrochloric acid. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എക്സ്പെരിമെൻറ്റിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് പീസ് ഇട്ടപ്പോൾ നടന്ന റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി ആ സെയിം എക്സ്പെരിമെൻ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ബട്ട് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സിങ്ക് മാത്രമല്ല, പകരം
കുറേ മെറ്റൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അയൺ ഉണ്ട്, അലുമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. സോ ഈ എല്ലാ മെറ്റൽസും ഇനി എങ്ങനെയാണ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത് എന്ന് നോക്കാം. ഓർക്കുക, ഡൈല്യൂട്ടായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കേട്ടോ, നേർപ്പിച്ചത്, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതല്ല, ഡൈല്യൂട്ട് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങളുടെ ഒബ്സർവേഷൻസ് കാണുന്നത് നന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ വെക്കണം. ഓക്കെ, സോ നമുക്ക് ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കിനി എക്സ്പെരിമെൻറ്റ് കാണാം. ഓക്കെ, സോ കം ടു മൈ കെമിസ്ട്രി ലാബ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് 5 ടെസ്റ്റ് ട്യൂബ്സ് വേണം. ഈ 5 ടെസ്റ്റ് ട്യൂബ്സിൽ ഡിഫറെൻറ്റ് മെറ്റൽസാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റൽ അലുമിനിയം, ദെൻ സെക്കൻഡിൽ കോപ്പർ, തേർഡിൽ അയോൺ, ദെൻ ഫോർത്തിൽ മാഗ്നീഷ്യം ആൻഡ് ലാസ്റ്റിൽ സിങ്ക്. ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അലുമിനിയം ഇട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചു. ദെൻ നെക്സ്റ്റ് കോപ്പറിലേക്ക് ഒഴിച്ചു, കോപ്പർ മെറ്റൽ ഇട്ടിട്ടുള്ളതിലേക്ക് ഒഴിച്ചു. ദെൻ ഇനി തേർഡ് അയേൺ, Fe എന്ന് പറയുന്നത് അയേൺ ആണ്, അയേണിൻ്റെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു. എല്ലാം ഈക്വൽ എമൗണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഒഴിക്കുന്നത്, എല്ലാത്തിലും ഒരേ അളവിൽ ഒഴിക്കണം. ദെൻ മാഗ്നീഷ്യത്തിൽ ഒഴിച്ചപ്പോൾ നിങ്ങൾ കണ്ടോ, പെട്ടെന്നായിട്ട് നല്ല വിഗറസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. ദെൻ ലാസ്റ്റിൽ സിങ്കിലേക്കും ഒഴിച്ചു, അതിലും നല്ല വിഗറസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. മാഗ്നീഷ്യത്തിൻ്റെ ടെസ്റ്റ് ട്യൂബ് ഒന്ന് നോക്കൂ, നല്ല ബബിൾസ് വരുന്നുണ്ട് അല്ലേ, നല്ല ഫോം, നല്ല പത വരുന്നുണ്ട്, എന്തൊക്കെയേ പൊങ്ങിപ്പോകുന്നുണ്ട് അല്ലേ, കണ്ടില്ലേ. അതുപോലെ സിങ്കിൻ്റെയും ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്, അതിനർത്ഥം അവിടെ ഏതോ ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ അലുമിനിയത്തിൻ്റേതും നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ബബിൾസൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, കണ്ടോ, വല്ലപ്പോഴും ഒരു ബബിളൊക്കെ പോകുന്നുണ്ട്. ദെൻ കോപ്പറിന് ഒരു ചേഞ്ചും ഇല്ല. ദെൻ അയേണും ചെറുതായിട്ടൊരു ബബിളൊക്കെ വരുന്നുണ്ട്. ദെൻ മാഗ്നീഷ്യം, സിങ്കും വളരെ കൂടുതലായിട്ട് അവിടെ റിയാക്ഷൻ നടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ കണ്ടോ, അലുമിനിയം. ഇനി എല്ലാ ടെസ്റ്റ് ട്യൂബും ഒന്നുകൂടെ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാം. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കിയിട്ട്, അപ്പോൾ ഒന്നുകൂടെ റിയാക്ഷൻ ഫാസ്റ്റ് ആകുമല്ലോ, അപ്പോൾ ഒന്ന് നോക്കാം. എല്ലാ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കാണുന്നുണ്ടോ? യെസ്, അലുമിനിയത്തിൽ നിന്നൊക്കെ ബബിൾസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ അയേണും മാഗ്നീഷ്യവും സിങ്കും എല്ലാത്തിൽ നിന്നും ഇപ്പോൾ എന്തൊക്കെ റിയാക്ഷൻ നടക്കുന്നു. മാഗ്നീഷ്യവും സിങ്കും വളരെ കൂടുതലായിട്ട് റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അലുമിനിയം ചെറുതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അയേണും കണ്ടോ, അലുമിനിയം ഒന്ന് സൂം ചെയ്തതാണിത്, നോക്കൂ, കണ്ടോ, ബബിൾസ് ഇങ്ങനെ ചെറുതായിട്ട് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ബട്ട് കോപ്പർ എടുത്ത് നോക്കൂ, ഒരു ചേഞ്ചും കാണുന്നില്ല, കോപ്പർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ദെൻ അയേണും ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ സ്ലോലി ഫോം ചെയ്യുന്നുണ്ട്. കോപ്പറിന് പക്ഷേ ഒരു ഇതുമില്ല. മാഗ്നീഷ്യം നന്നായിട്ട് പോകുന്നുണ്ട്, അതുപോലെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിങ്കും അതെ, നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ തീരെ റിയാക്ഷൻ നടക്കാത്ത ഒരു മെറ്റൽ ഏതാണ് നമുക്ക് മനസ്സിലായത്? കോപ്പറിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കോപ്പറായി നിർത്തുന്നത്, അതിൽ ഒരു റിയാക്ഷനും ഇല്ല ആസിഡുമായിട്ട്. ബാക്കി എല്ലാ മെറ്റൽസിലും നമുക്ക് റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. സോ നമ്മുടെ എക്സ്പെരിമെൻ്റൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ എക്സ്പെരിമെൻറ്റിൽ എന്താ കണ്ടതെന്ന് നമുക്കൊന്ന് ഒബ്സർവേഷൻസ് ഒന്ന് എഴുതി നോക്കാം. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്റ്റഡ് വിത്ത് ദ ആസിഡ്? ഏതൊക്കെ മെറ്റൽസാണ് നമ്മൾ ആസിഡുമായി റിയാക്ഷൻ നടക്കുന്നത് കണ്ടത്? ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് കോപ്പർ റിയാക്റ്റഡ് വിത്ത് ആസിഡ്. നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് കാണുന്ന സമയത്ത് എല്ലാ മെറ്റൽസും ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നു. ബട്ട് ഒരു മെറ്റൽ കോപ്പർ മാത്രം റിയാക്ഷൻ നടന്നില്ല. ഓക്കെ, കോപ്പർ വെള്ളവുമായിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് ആസിഡുമായിട്ടും കോപ്പർ ഒരു റിയാക്ഷനും ഇല്ല. ദെൻ വിച്ച് ഓഫ് ദിസ് മെറ്റൽ റിയാക്റ്റഡ് മോസ്റ്റ് വിഗറസ്ലി? നല്ല പെട്ടെന്ന് വിഗറസ് ആയിട്ട് ഏത് മെറ്റൽസൊക്കെയാണ് റിയാക്ഷൻ നടന്നത് നമ്മൾ കാണുമ്പോൾ? യെസ്, മാഗ്നീഷ്യം ആൻഡ് സിങ്ക്.
ഈ മഗ്നീഷ്യവും അതുപോലെ സിങ്കും അതിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചപ്പോഴേക്കും നല്ല വിഗറസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ കണ്ടു. നല്ല ഇങ്ങനെ നുരയും പതയൊക്കെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഗ്യാസൊക്കെ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അത് പെട്ടെന്ന് വിഗറസ് ആയിട്ടുള്ള റിയാക്ഷനാണ് ആ കാണിക്കുന്നത്. മറ്റേതൊക്കെ സ്ലോ ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്താലാണ് അതിൻ്റെ റിയാക്ഷൻ കാണാൻ കഴിയുള്ളൂ. സോ ഏത് മെറ്റൽസാണ് മോസ്റ്റ് വിഗറസ് ആയിട്ട് റിയാക്ഷൻ നടന്നത് നമ്മൾ കണ്ടത്? മാഗ്നീഷ്യം ആൻഡ് സിങ്ക്. ഓക്കെ, ഈസ് ദർ എനി മെറ്റൽ വിച്ച് ഡിഡ് നോട്ട് റിയാക്ട് വിത്ത് ദ ആസിഡ്? ഏതെങ്കിലും മെറ്റൽ നമ്മൾ കണ്ടിരുന്നു തീരെ റിയാക്ഷൻ നടക്കാത്തത് ആസിഡുമായിട്ട്? യെസ്, കോപ്പർ. ദെൻ വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ദീസ് റിയാക്ഷൻസ്? ഏത് ഗ്യാസ് ആയിരുന്നു ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്? ഓർക്കുന്നുണ്ടോ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്തത്. ഹൗ വുഡ് യു ഡിറ്റക്ട് ഇറ്റ്? അങ്ങനെയാണ് നമ്മളത് ഡിറ്റക്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ മാം പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് ഏത് ഗ്യാസാണെന്ന് എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ആ ഗ്യാസ് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കളക്ട് ചെയ്തിട്ട് ഒരു ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിക്കുക. അപ്പോൾ അത് എന്തെങ്കിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്റ്റിങ്ക്യൂഷ് ആയിട്ട് ഇങ്ങനെ ഒരു ബേൺ ചെയ്തിട്ടാണ് കെട്ടി പോകുന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? കളക്ട് ദ ഗ്യാസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഷോൺ ടു ദ ഫ്ലെയിം. ഇറ്റ് വിൽ ബേൺ ആൻഡ് എക്സ്റ്റിങ്ക്യൂഷ് ബൈ പ്രൊഡ്യൂസിങ് എ ബീപ്പ് സൗണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കണ്ടു അല്ലേ. സോ ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ വിഗറസ് ഓഫ് ദ റിയാക്ഷൻ of the metals with acid? Vigor of the reaction of metals with the acid. ഇതിൻ്റെ ഈ റിയാക്ഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് കണ്ടിരുന്നോ നിങ്ങളിപ്പോൾ ഈ 4 ടെസ്റ്റ് ട്യൂബ് നമ്മൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിന് എന്തെങ്കിലും ഡിഫറൻസ് തന്നിരുന്നു? അതിൻ്റെ ആ റിയാക്ഷൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയോ? ഉണ്ട് അല്ലേ. യെസ്, ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ഫോർ ഓൾ മെറ്റൽസ്. എല്ലാ മെറ്റൽസിനും റിയാക്ഷൻ നടക്കുന്നത് ഒരേ സ്പീഡിലല്ല. ഇപ്പോൾ മാഗ്നീഷ്യം സിങ്കൊക്കെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബട്ട് അതേപോലെയല്ല അലുമിനിയം അയണൊക്കെ ഇങ്ങനെ വെരി സ്ലോ ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ഡൗൺ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് സം ഓഫ് ദീസ് റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻസിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ഷൻ നടന്നപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ഫോം ചെയ്തു? സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. സിങ്ക് ക്ലോറൈഡും ഫോം ചെയ്തു, ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. ഇനി നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷനൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചിരുന്നു, ബാലൻസ് ചെയ്യാനൊക്കെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ആദ്യം അത് പോയി പഠിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. ഓക്കെ, ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. ദെൻ Zn, സിങ്കിൻ്റെ സിമ്പിൾ എന്താണ്? Zn പ്ലസ് 2HCl gives ZnCl2 പ്ലസ് H2. എന്താ നമുക്ക് കിട്ടുക? സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ആ ഹൈഡ്രജൻ H2 എന്ന് എപ്പോഴും എഴുതണം. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതാണ്. ഡയാറ്റോമിക് മോളിക്യൂളായിട്ടാണ് അത് നിൽക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് ഫോം ചെയ്യുകയെന്ന് വെച്ചാൽ ഏത് മെറ്റലാണോ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും ഫോം ചെയ്യും. അതിൻ്റെ തന്നെ നമ്മൾ അതോടൊപ്പം ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെറ്റൽ ഒരു ഇതാണ്, ഈ ബോക്സ് ഒന്ന് നോക്കി വെക്കുക, മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഏതൊരു മെറ്റലും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനൊക്കെ വളരെ ഈസി ആയിരിക്കും. സോ ഈ ബോക്സ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. മെറ്റൽ പ്ലസ് ആസിഡ് ഗിവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. സോ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് ബാക്കിയുള്ള റിയാക്ഷൻ നടന്ന മെറ്റൽസും ആസിഡും തമ്മിലുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, when metals like aluminum, zinc, magnesium and iron react with acids, hydrogen gas is formed along with the salt of the metal. നമ്മൾ ഈ ബോക്സിൽ നിന്ന് കണ്ടതാണ്. മെറ്റൽസ് അലുമിനിയം, സിങ്കും മാഗ്നീഷ്യം അയൺ ഒക്കെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുക? പ്രോഡക്ട്സ് ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. അതോടൊപ്പം ഏതാണോ മെറ്റൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും ഫോം ചെയ്യും. എന്താണ് സോൾട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോൾട്ട് എന്നും നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണ് അല്ലേ. കോമൺ സോൾട്ടിനെ നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. അതുപോലെ ഓരോ സോൾട്ടുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കിയാലാണ് ഈ ചാപ്റ്ററൊക്കെ നന്നായി പഠിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക്
ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഈ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. മെറ്റൽ പ്ലസ് ആസിഡ് ഗ്യാസ്, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അതുപോലെ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ ഒന്ന് നോക്കാം. മഗ്നീഷ്യം മെറ്റലും പ്ലസ് 2HCl, ആസിഡിൻ്റെ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിട്ടുള്ളത്. 2HCl ഗിവ്സ് MgCl2, മഗ്നീഷ്യം ക്ലോറൈഡ്. ആ സോൾട്ട് അവിടെ ഫോം ചെയ്തത് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് H2. ഇനി നെക്സ്റ്റ് ഫെറസ്, ഫെറം അയൺ Fe പ്ലസ് 2HCl ഗിവ്സ് FeCl2, ഫെറസ് ക്ലോറൈഡ് എന്ന് പറയണം. ദെൻ ഹൈഡ്രജൻ ഗ്യാസ്, സോൾട്ടിന് ഫെറസ് ക്ലോറൈഡ് എന്ന് പറയും. ദെൻ 2Al, അലുമിനിയത്തിൻ്റെ 2Al പ്ലസ് 6HCl ഗിവ്സ് 2AlCl2 പ്ലസ് 3H2. സോ ഇവിടെ സോൾട്ടിന് എന്താ പറയുന്നത്? അലുമിനിയം ക്ലോറൈഡ്. ഇതാണ് ബാക്കിയുള്ള മെറ്റൽസും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ചെയ്തതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ്. You have studied that acids are present in lemon and buttermilk. അതുപോലെ നമുക്കറിയാം ലെമണിലും അതുപോലെ ബട്ടർ മിൽക്ക്, കേർഡിലൊക്കെ ഉള്ള ആസിഡ് ഏതാണ് നമ്മൾ പഠിച്ചത്. ഇതിലൊക്കെ ആസിഡ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? യെസ്, ഇതിനൊരു പുളിപ്പ് രുചിയുണ്ട് അല്ലേ? പൊതുവേ ആസിഡ്സിന് ടേസ്റ്റാണ്, ഒരു പുളിയുടെ രുചിയാണ് ആസിഡ്സിനൊക്കെ, പുളിപ്പാണ്. സോ നമുക്കറിയാം ഏതൊരു പുളിയുള്ള ഫ്രൂട്ടാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എന്തിലാണെങ്കിലും പുളിയുള്ള ഏത് ഒബ്ജക്ട്സിലും ആസിഡ്സ് ഉണ്ടാവും. സോ ലെമൺ നല്ല പുളിയാണല്ലേ, അതിലേത് ആസിഡാണുള്ളത്? സിട്രിക് ആസിഡ് ഉണ്ട് അല്ലേ? അതുപോലെ ബട്ടർ മിൽക്ക്, കേർഡ് നല്ല പുളിയല്ലേ, അതിലേത് ആസിഡായിരിക്കും? യെസ്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. സോ now you can guess why a stainless steel knife is preferred to an iron knife to cut lemons. അപ്പോൾ നമുക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ കത്തി കൊണ്ട് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ആ കത്തി കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡിഷ് കളറൊക്കെ ആയിട്ട് അതിൻ്റെ കത്തിയുടെ കളറൊക്കെ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും കാരണം? യെസ്, നിങ്ങൾ ഗസ് ചെയ്ത് തന്നെയാണ്. അയേണിലുള്ള ഇരുമ്പും കത്തിയിലുള്ള അയേണും അതുപോലെ ലെമണിലുള്ള സിട്രിക് ആസിഡും തമ്മിൽ, ഈ ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ അയേണിൻ്റെ സോൾട്ടും ഫോം ചെയ്തു. അതുപോലെ അങ്ങനെ റിയാക്ഷൻ നടന്നത് കാരണമാണ് അവിടെ അങ്ങനെ കത്തിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ലെമണൊക്കെ കട്ട് ചെയ്യാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പം നമുക്ക് മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റിൽ മാമിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു, ഒരു 5 questions ചോദിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ബട്ടർ മിൽക്ക് ഒരിക്കലും അലൂമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യാത്തത് എന്ന്. ഇപ്പോൾ മനസ്സിലായോ? ബട്ടർ മിൽക്കിൽ ആസിഡ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡും നമ്മൾ അലുമിനിയം പാത്രത്തിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഈ അലുമിനിയം മോര് അല്ലെങ്കിൽ തൈരിലുള്ള ആസിഡും തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ വേറൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അലുമിനിയത്തിൻ്റെ സോൾട്ട് അവിടെ ഫോം ചെയ്യും. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഈ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേർഡ് ഇതിൽ സൂക്ഷിക്കാത്തത്, അലുമിനിയം വെസൽസിൽ സൂക്ഷിക്കാത്തത്. ഈ അലുമിനിയം മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് വേറെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അത് നമ്മുടെ ശരീരത്തിന് ദോഷഫലം തരും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ സ്റ്റോർ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ വൈ ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു സ്റ്റോർ ബട്ടർ മിൽക്ക് ഇൻ അലുമിനിയം വെസൽസ്? സോ ഇതാണ് മാം ചോദിച്ച 1 ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദെൻ വേർ ഡു മെറ്റൽസ് കം ഫ്രം? ഇനി എവിടെ നിന്നാണ് ഈ മെറ്റൽസ് ഉണ്ടാകുന്നത്? അറിയോ? എവിടെ ഈ ലോഹങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് അറിയോ? മെറ്റൽസ് ആർ ഐസൊലേറ്റഡ് ഫ്രം നാച്ചുറലി ഒക്കേർഡിങ് മെറ്റീരിയൽസ് കണ്ടെയ്നിങ് മെറ്റാലിക് കോമ്പൗണ്ട്സ്. നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ഈ മെറ്റൽസ് കിട്ടുന്നത്. സച്ച് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ എർത്ത്സ് ക്രസ്റ്റ് ആർ നോൺ ആസ് മിനറൽസ്. നമ്മുടെ ഭൂമിയിൽ മിനറൽസ് എന്ന് പറയും. ഭൂമിയിലെ ക്രസ്റ്റ് മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ കുഴിക്കുമ്പോൾ ഓറുകളായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ ഖനികൾ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നാണ്
സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇരുമ്പാണെങ്കിലും ഒരു ഇങ്ങനെ ചളി പിടിച്ചിട്ട് ഇങ്ങനെ കട്ടകളൊക്കെ ആയിട്ടാണ് കിട്ടുക. അതിൽ നിന്ന് മെറ്റൽസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ പ്രോസസ്സിങ് വഴി ഇങ്ങനെ മെറ്റൽസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദം ബൈ കെമിക്കൽ പ്രോസസ്സ്. ഓരോ കെമിക്കൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് അതിൽ മെറ്റൽസിനെ വേർതിരിച്ചെടുക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കും. ഗോൾഡ് ഈസ് എ മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. പക്ഷെ നമ്മുടെ ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള മെറ്റൽസൊക്കെ അതിൻ്റെ ഓറുകളായിട്ടാണ് കിട്ടുന്നത്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഗോൾഡിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് വേറെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടൊന്നും ചേർക്കാനൊന്നുമില്ല. സോ ഗോൾഡ് ഈസ് എ മെറ്റൽസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. അലുമിനിയം ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഓൺ ദ എർത്ത് ക്രസ്റ്റ് ഫോളോഡ് ബൈ അയൺ ആൻഡ് കാൽഷ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭൂമിയിൽ മുകളിലുള്ള മെറ്റൽ ഏതാണെന്ന് വെച്ചാൽ, ലോഹം ഏതാണെന്ന് വെച്ചാൽ അലുമിനിയമാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അയൺ, ഇരുമ്പുണ്ട്, അതേപോലെ കാൽഷ്യം ഉണ്ട്. ഓക്കെ, ദെൻ മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി ടു. നമ്മുടെ ശരീരത്തിലുണ്ട് ലോഹങ്ങൾ, മെറ്റൽസ്. അറിയോ നിങ്ങൾക്ക്? ദോ നീഡഡ് ഓൺലി ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റീസ്, ദ പ്രസൻസ് ഓഫ് സർട്ടൻ മെറ്റാലിക് മിനറൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബോഡി. എന്തെങ്കിലും മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ മെറ്റൽസ് ആവശ്യമാണ്. അത് വളരെ ചെറിയ എമൗണ്ടിൽ മതി. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അത് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ ശരീരത്തിൻ്റെ വർക്കിംഗ് ഒന്നും നടക്കില്ല. വളരെ ചെറിയ എമൗണ്ടിൽ മതി. ആൻഡ് ഫോർ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്തിനും ന്യൂട്രീഷൻസിനൊക്കെ ഇത് അത്യാവശ്യമാണ്. നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ലോഹങ്ങൾ വേണം, മെറ്റൽസ് വേണം. ഹീമോഗ്ലോബിൻ, ദ കോമ്പൗണ്ട് വിച്ച് ഗിവ്സ് റെഡ് കളർ ടു ബ്ലഡ്. നമ്മൾ ബയോളജിയിൽ പഠിച്ചതാണ്. നമ്മുടെ ബ്ലഡിന് റെഡ് കളർ തരുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് അയേൺ. നമുക്കറിയാം ഈ ഹീമോഗ്ലോബിനിൽ എന്താണുള്ളത്? അയേൺ ഉണ്ട് അല്ലേ, ഇരുമ്പുണ്ട്. ദെൻ കാൽഷ്യം ഈസ് ദ കാൽഷ്യം ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ടീത്ത് ആൻഡ് ബോൺസ്. അതുപോലെ നമ്മൾ പഠിച്ചതാണ് പല്ലിനും പല്ലുകൾക്കൊക്കെ ബലം തരണമെങ്കിൽ കാൽഷ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാൽഷ്യം എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, മെറ്റലാണ്. ദെൻ സോൾട്ട്സ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സെൽസ്. അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ സോഡിയം വേണം, പൊട്ടാസ്യം വേണം. ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ പറയുന്നത് എന്താണ്? യെസ്, മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. ദെൻ ട്രേസസ് ഓഫ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, കോപ്പർ ആൻഡ് സെലീനിയം ആർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു ആളുടെ ആരോഗ്യം നല്ല നിലയിൽ പോകണമെങ്കിൽ അയാൾക്ക് ശരീരത്തിൽ ഏതൊക്കെ മെറ്റൽസ് വേണം? സിങ്കും കോപ്പറും സെലീനിയം ഇതെല്ലാം വേണം. സോ നമ്മുടെ ബോഡിയിൽ ടോട്ടലി ഏതൊക്കെ മെറ്റൽസ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ബ്ലഡിൽ അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പല്ലിനും ബോൺസിനൊക്കെ ബലം തരാൻ കാൽഷ്യം വേണം. അതുപോലെ സെൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സോഡിയം പൊട്ടാസ്യം വേണം. പിന്നെ അതുമാത്രമല്ല സിങ്ക്, കോപ്പർ, സെലീനിയം. അപ്പോൾ എത്ര മെറ്റൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എന്നറിയോ? ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കാറുണ്ട് അല്ലേ? അയൺ ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ട്, സിങ്ക്, അങ്ങനെ ഓരോ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കാറുണ്ട്. സോ നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു. നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അല്ലേ? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് നല്ല തറവായിട്ട് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ. എന്തുകൊണ്ടാണ് നമ്മൾ ലെമൺ കട്ട് ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ അയോണിൻ്റെ നൈഫ്, ഇരുമ്പിൻ്റെ കത്തി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. യെസ്, വെരി ഗുഡ് സ്റ്റുഡൻസ്. കാരണം ഇരുമ്പിൻ്റെ കത്തി, അത് ഇരുമ്പ് ഒരു മെറ്റലാണ്, അയൺ ഒരു മെറ്റലാണ്. അതുപോലെ നമ്മുടെ ലെമണിൽ സിട്രിക് ആസിഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ നൈഫ്, ഇരുമ്പും അയണും അതുപോലെ ലെമണിലുള്ള ആസിഡും തമ്മിൽ റിയാക്ഷൻ ചെയ്തിട്ട് അവിടെ പുതിയൊരു സോൾട്ട് ഫോം ചെയ്യുന്നു. ആ സോൾട്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ദോഷഫലം തരും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ലെമൺ കട്ട് ചെയ്യാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് അമ്മമാരുടെ അടുത്തൊക്കെ പറയണം ഒരിക്കലും അയണിന്റെ നൈഫ് യൂസ് ചെയ്യരുത് എന്നൊക്കെ. ഓക്കെ, നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആയി. അപ്പോൾ നിങ്ങളുടെ
ഡെവലപ്പായി വരണം. ഓക്കെ, ദെൻ അതുപോലെ മാം കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ അലുമിനിയം വെസൽസിൽ ബട്ടർ മിൽക്ക് സ്റ്റോർ ചെയ്യാത്തതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അലുമിനിയം വെസൽസിൽ ബട്ടർ മിൽക്ക് സ്റ്റോർ ചെയ്യാത്തതെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയല്ലോ. അലുമിനിയം ഒരു മെറ്റലാണ്, അതുപോലെ ബട്ടർ മിൽക്കിലെ ഒരു ആസിഡ് ഉണ്ടല്ലോ. ഏതാണ് ആസിഡ്? യെസ്, ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡും അലുമിനിയം തമ്മിൽ റിയാക്ഷൻ ചെയ്തിട്ട് വേറൊരു പുതിയൊരു സോൾട്ട് ഫോം ചെയ്യുന്നു. ആ സോൾട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് ബട്ടർ മിൽക്ക് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ദോഷഫലം തരും. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ മിൽക്ക് ഒരിക്കലും അലുമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കിട്ടിയല്ലോ. യെസ്, ദെൻ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? എക്സ്പെരിമെന്റ് കണ്ടു, നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ദെൻ കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ നമ്മൾ കിട്ടി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. കീപ് വാച്ചിങ് മൈ ക്ലാസ്. ഓക്കെ, ബൈ. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.